പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് സിമി. എൻ്റെ വീട് പാവർട്ടിയിൽ. ഒരു അനുഭവ സാക്ഷ്യം നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിലൊരു 8 ആടുണ്ട്. അപ്പോൾ അത് എൻ്റെ ഒരു 5-6 വർഷത്തെ എൻ്റെ ഒരു കൃഷിയാണത്. അങ്ങനെ ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ അതിലൊരു വലിയൊരു തള്ളാടുണ്ട്. നല്ല ആരോഗ്യവും വലിപ്പമൊക്കെ ഉള്ളൊരാടുണ്ട്. അപ്പോൾ ഞാൻ കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടിൻ്റെ അവിടേക്ക് ചെന്നപ്പോൾ നോക്കുമ്പോൾ ആൾ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ വയറൊക്കെ വന്ന് വീർത്ത് ഭയങ്കര ഒരു അസ്വസ്ഥത അത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ കൂടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നിട്ട് അതിനൊന്ന് പുറത്തേക്ക് ഇറക്കാൻ ശ്രമിച്ചു. അപ്പം ഞാൻ വലിക്കുമ്പോൾ അത് പെട്ടെന്ന് വീണു. അപ്പോൾ എനിക്ക് തോന്നി ഇതെന്തോ ഒരു അശപശകുണ്ട്, അല്ലാണ്ട് ഇതിങ്ങനെ വീഴില്ലല്ലോ. അങ്ങനെ ഞാൻ കഞ്ഞി കൊടുത്തപ്പോൾ കഞ്ഞി കുടിക്കുന്നില്ല. അങ്ങനെ എനിക്കറിയാവുന്ന ചെറിയ രീതിയിലുള്ള ചികിത്സാ രീതിയൊക്കെ ഞാൻ ചെയ്തു നോക്കി. പക്ഷെ അതൊന്നും ശരിയായില്ല. അവസാനം ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആളിങ്ങനെ മരുന്നൊക്കെ കുറിച്ച് തന്നു. അത് വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ 2-3 ദിവസം ആൾ മരുന്ന് കൊടുത്തിട്ടും എന്ത് ചെയ്തിട്ടും ഒരു മാറ്റം വരുന്നില്ല. ആൾക്ക് പുല്ല് തിന്നാനും വരില്ല, പിന്നെ കഞ്ഞി കൊടുത്താൽ കുടിക്കില്ല. അങ്ങനെ ഭയങ്കര വിഷമമായി എനിക്ക്. എന്ന് വെച്ചാൽ നല്ല വലിയ ആടാണേ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുന്ന ഒരു ദിവസം പെട്ടെന്ന് ബെനഹറായിട്ടെന്നെ വിളിച്ചു. ബെനഹറായിട്ടെന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഞങ്ങളുടെ വിശേഷങ്ങൾ പറയും, പ്രയർ റിക്വസ്റ്റ് ചെയ്യും ഞാൻ. അപ്പോൾ അതൊക്കെ ചെയ്യും. അങ്ങനെ ഞാൻ ഒരു ദിവസം വിളിച്ചപ്പോൾ ഞാൻ ബെനഹറായിട്ടിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു 8 ആടുണ്ട് ബെനഹറായിട്ടെൻ്റെ വീട്ടിലായാലും. ഒരു തള്ളാടിന് ഭയങ്കര ഒരു വയ്യായിന് ഒരു പ്രശ്നം പോലെ നിൽക്കുന്നുണ്ട്. അത് വയറൊക്കെ വന്ന് വീർത്ത് കഞ്ഞിയും കുടിക്കണില്ല, പുല്ലും തിന്നണില്ല. 3-4 ദിവസമായി ഭയങ്കര ക്ഷീണമായി തുടങ്ങിയ ആൾക്ക് എന്നൊക്കെ പറഞ്ഞു. അവിടെപ്പം ഞാൻ ബെനഹറായിട്ടിനോട് പറഞ്ഞു, കുറച്ച് പ്രായമുള്ള ആടാണിത്. അപ്പം ഞാനൊരു 2 വർഷമായി ഞാൻ ആഗ്രഹിക്കണം അതിനൊന്ന് ആർക്കെങ്കിലും വിറ്റിട്ട് വേറൊരു ആടിനെ മേടിക്കണമെന്ന്. അപ്പം അത് നമ്മൾ പറയണ വില പറയുമ്പോൾ അത് മേടിക്കാൻ പറഞ്ഞവർക്ക് ആ വില ഇഷ്ടപ്പെടില്ല, അവർക്ക് താല്പര്യമാവില്ല. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ബെനഹറായിട്ടിൻ്റെ ഒപ്പം ഈ അസുഖമാണെന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങനെ ആടിനെ വിൽക്കാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ബെനഹറായിട്ട് അതിൻ്റെ വയറ്റിലെ അസ്വസ്ഥത മാറാനും ഒപ്പം അതിനെ നല്ല വിലയ്ക്ക് വിൽക്കാനും വേണ്ടി എനിക്ക് പ്രയർ ചെയ്യുമെന്ന് പറഞ്ഞു. ബെനഹറായിട്ട് പറഞ്ഞ് വിഷമിക്കേണ്ട. അപ്പോൾ ബെനഹറായിട്ട് പ്രത്യേകിച്ചൊരു കാര്യം എന്നോട് അടുത്ത് പറഞ്ഞത്, എൻ്റെ വീട്ടിലിരിക്കുന്ന അന്നത വെള്ളം എടുത്തിട്ട് നല്ലത് കുടിക്കണ കഞ്ഞിയിൽ 2-3 തുള്ളി ഒഴിച്ച് കൊടുക്കുക, അതല്ലെങ്കിൽ അതിൻ്റെ വായിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ആടാന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കുന്നില്ലേ, 3-4 ദിവസമായിട്ട് പെട്ടെന്ന് കഞ്ഞി കൂടി നിന്നു. അപ്പം അത് നീ ചെയ്ത് നോക്ക്, അതിൻ്റെ ഒപ്പം ഒരു വിശ്വാസ പ്രമാണം ചൊല്ലിയെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമൊന്നും ഞാൻ വിശ്വസിച്ചില്ല. എന്നാലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ബെനഹറായിട്ടിനെ എനിക്ക് ഒരുപാട് നാളായിട്ട് അറിയണ ഒരു ചേട്ടനാണ്. അപ്പോൾ ആ ഒരു പ്രയറിൻ്റെ പവർ എനിക്കറിയാം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് പരീക്ഷിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ആനന്ദ വെള്ളം എടുത്ത് ഞാൻ ആടിൻ്റെ വായിലോട്ട് 3 തുള്ളി ഒഴിച്ചു. അപ്പം തന്നെ നമ്മുടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ വെള്ളം ഒഴിച്ചു കൊടുത്തു. അത് ഒഴിച്ച് ഞാൻ പരിപാടികൾ അങ്ങനെയുള്ള കൂട്ടിൽ കയറ്റി ഞാൻ അവിടെ അകത്തേക്ക് പോന്നു. അത് കഴിഞ്ഞ് ഞാനൊരു 5:30 ആയപ്പോഴേക്ക് ഞാൻ മറ്റുള്ള ആടുകൾ തീറ്റാൻ കൊണ്ടുപോകും. അതിൻ്റെ ഒപ്പം ഞാൻ ഇവളെ ഒന്ന് കയറിട്ടിട്ടൊന്ന് വലിച്ചപ്പോൾ ആൾ കൂടെ പോന്നു. 4 ദിവസമായിട്ടോ പുല്ലും കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നില്ല. ആൾ എൻ്റെ ഇവരെ കൂടെ വന്ന് പുല്ല് തിന്നു തുടങ്ങി. അപ്പം എനിക്ക് ഭയങ്കര ഇതായി. എന്താണെന്ന് വെച്ചാൽ വെള്ളം കൊടുത്ത് ഇനി ഒരു പരീക്ഷണം നോക്കി വെക്കാൻ വെച്ചിട്ട് ഞാൻ എന്നിട്ട് കുറച്ച് നേരമൊക്കെ തീറ്റി കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ആൾക്ക് വെള്ളം കൊടുത്തു. വെള്ളം കൊടുത്തപ്പോൾ ആൾ സൂപ്പറായിട്ട് കുടിച്ചു. പ്രൈസ് ദ ലോർഡ്. അപ്പം എനിക്ക് ഭയങ്കര വിശ്വാസമായി. എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ ഈശോ ഇതൊന്നും വിറ്റ് കിട്ടാൻ അപ്പം എനിക്ക് പേടി. അസുഖം വന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇനി എന്താവും, ഇത് മാറിപ്പോവോ, ഇനി ആൾക്കാർ വന്ന് വാങ്ങിക്കുമോ എന്നൊക്കെ ശങ്കയുണ്ടായിരുന്നു. അവിടെ നിന്ന് ആൾ കേടൊക്കെ മാറി ഉഷാറായി. വെള്ളത്തിൻ്റെ ആ പവറിൽ ആൾ ഉഷാറായി. അവിടെ നിന്ന് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചേട്ടൻ വന്നു. അപ്പോൾ അത് നമ്മളൊരു വില പറഞ്ഞു. അപ്പോൾ വല്ലാണ്ട് ആ ചേട്ടൻ പിന്നെ അധികം പേശാൻ നിന്നില്ല. വിലയ്ക്കൊക്കെ ആൾ മേടിച്ചു കൊണ്ടുപോയി. അപ്പോൾ അത് എനിക്ക് ഭയങ്കര വിശ്വാസമായി എനിക്കത്. അപ്പോൾ യേശുവേ നന്ദി, യേശുവേ സ്തുതി.